ദേവഭൂമിയിലൂടെ എല്ലാവർക്കും സ്നേഹനിർഭരമായ നമസ്കാരം. കണ്ണൻ്റെ അപാരമായ കാരുണ്യാതിരേകം കൊണ്ട് ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ്. ദേവഭൂമിയിലൂടെ എന്ന രീതിയിൽ മലയാളക്കരയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ അത്രയധികം പ്രശസ്തമല്ലാത്ത ക്ഷേത്രങ്ങളിലൂടെ ഒരു യാത്ര. അത് എല്ലാ മലയാള മാസം 1-ാം തീയതിയും അതേപോലെ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും എന്ന രീതിയിൽ മാസത്തിൽ 2 ക്ഷേത്രങ്ങളുടെ കഥ പറയാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ വിഷുപ്പുലരിയിൽ ആദ്യമായി പറയുന്നത് എൻ്റെ ചാലക്കുടിയിലുള്ള ഇല്ലത്തിന് തൊട്ടടുത്തുള്ള മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം ഒരർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ് എന്ന് ഞാൻ പറയാറുണ്ട്. മഹാവിഷ്ണു പ്രതിഷ്ഠ, അത് കിഴക്കോട്ട് ദർശനം, അകത്ത് ഗണപതി, പുറത്ത് ശ്രീധർമ്മശാസ്താവും, അതേപോലെ ഗുരുവായൂരിലെ എന്നതുപോലെ ഇടത്തരികത്ത് കാവ് ഭഗവതി എന്നതുപോലെ ഭദ്രകാളി പ്രതിഷ്ഠ. തന്നെയുമല്ല, മഹാവിഷ്ണു പ്രതിഷ്ഠയാണെങ്കിലും ഇവിടെ ശ്രീകൃഷ്ണ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലൂടെ, ഈ ദേവഭൂമിയിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ കൂടെ സഞ്ചരിക്കാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് നിരവധി ക്ഷേത്രങ്ങളെ ഭക്തജനങ്ങളായ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു വഴിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തജന സഞ്ജയമൊത്തു ചേർന്ന പ്രിയമുള്ളവരെ, ദേവഭൂമിയിലൂടെ നാം ഒരു യാത്ര ആരംഭിക്കുകയാണ്. കണ്ണൻ്റെ കാരുണ്യം. യാഗഭൂമിയായ ചാലക്കുടി, യാഗശാലകൾ നിറഞ്ഞ യാഗശാലക്കുടി, പിന്നീടത് ശാലക്കുടിയായും ചാലക്കുടിയായും മാറിയെന്ന് ഐതിഹ്യം. ചാലക്കുടിയുടെ തെക്കുഭാഗം ചേർന്നൊഴുകുന്ന പ്രശാന്തരമണീയമായ ചാലക്കുടിപ്പുഴ ചിലപ്പോഴൊക്കെ ശാന്തയായും മറ്റു ചിലപ്പോൾ സംഹാരരുദ്രയായും മാറുന്ന ചാലക്കുടിപ്പുഴ. ഈ പുഴയിലെ ഓളങ്ങളുടെ സഹസ്രനാമ ജപം കേൾക്കുന്ന ക്ഷേത്രങ്ങൾ, അതിൽ പ്രസിദ്ധമായ മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൂടെയാണ്, ആ ദേവഭൂമിയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മൂന്നായി നേരമറിയിച്ചൊരു ദിവ്യനാദം നന്നായുയർന്നു ചെവി കേട്ടതു 3 വട്ടം. ഒന്നായുയർന്നു പവനേശ്വര ദിവ്യനാമം ശ്രീവാതനാഥ സുരവന്ദിത സുപ്രഭാതം. കിഴക്കോട്ട് ദർശനമായി ചാലക്കുടിപ്പുഴയുടെ വടക്കേ കരയിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് തെക്കുഭാഗത്ത് ഒരു ഭരതക്ഷേത്രം പുഴയോട് ചേർന്നും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് വടക്ക് ഭാഗത്തുള്ള മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം വടക്കേ അമ്പലമെന്നും തെക്കുഭാഗത്തുള്ള ഭരതക്ഷേത്രം തെക്കേ അമ്പലമെന്നും നാട്ടുകാർ പൊതുവിൽ പറഞ്ഞു വരുന്നു.
ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയെ അനുസ്മരിച്ച് മരത്തോമ്പിള്ളി ക്ഷേത്രം കൊച്ചു ഗുരുവായൂരായി പരിലസിക്കുന്നു. കിഴക്കോട്ട് ദർശനം, ചതുർബാഹുവായ പ്രതിഷ്ഠ, മഹാവിഷ്ണു പ്രതിഷ്ഠയാണെങ്കിലും ശ്രീകൃഷ്ണഭാവം, അകത്ത് വിഘ്ന വിനാശകനായിരിക്കുന്ന സാക്ഷാൽ മഹാഗണപതി, പുറത്ത് ശ്രീധർമ്മശാസ്താവും ഭഗവതിയും, എല്ലാം ഗുരുവായൂരിലെ പോലെ. ഏഴാകുമാ നദികളെ ശുഭമന്ത്രമോടെ ഏകത്വമാക്കി വിധി പോലെ വിശങ്കിനുള്ളിൽ ഏഴയ്ക്കു തോഴൻ ഹരി തന്നുടെ നൽശിരസിൽ ഏറെയൊഴിച്ചു പറയുന്നിഹ സുപ്രഭാതം. കുംഭത്തിലുള്ള സനിലം ഹരിതൻ ശിരസിൽ അംഭസിലുള്ള ചെറുവർഷസമം പതിച്ചു. അംഭോജനേത്രനുമഹോ കുളിരാർന്നു നിൽക്കേ ആനന്ദരൂപ ഭഗവൻ തവ സുപ്രഭാതം. സ്നാനം കഴിഞ്ഞു തിരുവാതിലടച്ച ശേഷം ജ്ഞാനസ്വരൂപനരയിൽ ചെറുപട്ടു ചാർത്തി മാനത്തിനൊത്ത നിറമുള്ളവനേകി നേദ്യം നാമസ്വരൂപ ഭഗവൻ തവ സുപ്രഭാതം. സന്താന സൗഭാഗ്യം നൽകുന്ന സന്താന ഗോപാലമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ, ഇഷ്ടനിവേദ്യം അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പവും പഞ്ചാരപ്പായസവും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയായ ബ്രഹ്മശ്രീ നെടുമ്പിള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രജീഷ് നാരായണൻ നമ്പൂതിരി. ക്ഷേത്രത്തെക്കുറിച്ച് ട്രസ്റ്റി ഐ സദാനന്ദൻ്റെ വാക്കുകളിലൂടെ. 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ വലിയ ഉത്സവം പൂരാട നക്ഷത്രത്തിൽ ഗംഭീരമായിട്ട് അന്ന് സദ്യ, ഭഗവാൻ സദ്യ അതൊക്കെ ഉണ്ടാകാറുണ്ട്. ആറാട്ട് കഞ്ഞി വളരെ പ്രസിദ്ധമാണ്. ആറാട്ട് ദിവസം എല്ലാവർക്കും നമ്മുടെ പാളയിൽ കഞ്ഞി കൊടുക്കലും എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗത്തായി വിശാലമായ ഒരു മൈതാനവും അതേപോലെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ നവീന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള, പുതുക്കി നിർമ്മിച്ചിട്ടുള്ള മരത്തോമ്പിള്ളി ക്ഷേത്രം ഊട്ടുപുരയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ മുൻഭാഗത്ത് വടക്കുഭാഗത്തായി ക്ഷേത്ര കുളം. ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം കടന്നാണ് നേരത്തെ പറഞ്ഞ ഭരതക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുക. ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളെക്കുറിച്ച് ക്ഷേത്രം ദേവസ്വം സെക്രട്ടറി ആയിരിക്കുന്ന ഇ ആനന്ദകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നു. ക്ഷേത്രം മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നതാണെങ്കിലും ഗോപാലമൂർത്തിയായ ഉണ്ണിക്കണ്ണനായിട്ടാണ് സങ്കല്പം. പ്രധാന വഴിപാടുകളായിട്ട് വരുന്നത് കുട്ടിയായതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പമാണ് പ്രധാന വഴിപാട്. കൂടാതെ പാൽപ്പായസം, തൃക്കൈവെണ്ണ, ത്രിമധുരം തുടങ്ങി എല്ലാ വഴിപാടുകളുമുണ്ട്.
என்னை பாயுதே கண்ணாயன் மனமிதனை பாயுதே. ക്ഷേത്ര ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നു NSS കരയോഗം സെക്രട്ടറി KB മുരളീധരൻ. എല്ലാവർക്കും നമസ്കാരം. മരത്തോമ്പള്ളിയപ്പ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേവഭൂമിയിലൂടെ എന്നുള്ള ഈ പ്രോഗ്രാം നമ്മുടെ എല്ലാ പ്രിയങ്കരനായിട്ടുള്ള ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീഹരി മൂർക്കന്നൂർ ഈ മരത്തോമ്പള്ളി ശ്രീകൃഷ്ണത്തിൽ തന്നെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ആദ്യം തന്നെ മരത്തോമ്പള്ളിയപ്പൻ്റെ ഈ ക്ഷേത്രം കാലങ്ങളായിട്ട് മുൻകാലങ്ങളിൽ മരത്തോമ്പള്ളി മനക്കാരാണ്, ഊരായ്മക്കാരാണ് നടത്തിയിരുന്നത്. അതിനുശേഷം പതിറ്റാണ്ടുകളായിട്ട് ഇപ്പോൾ ടൗൺ NSS കരയോഗമാണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഈ നാട്ടിലുള്ള എല്ലാവർക്കും വളരെ അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാനാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളിനി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അഷ്ടമംഗല പ്രശ്നം നടന്നു, അതിൻ്റെ പരിഹാരക്രിയകളൊക്കെ കഴിഞ്ഞു. ഉത്സവം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ ചെമ്പോല കുതിയേപ്പിച്ചുള്ള ഇതൊക്കെ ചെയ്തപ്പോഴും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാറുണ്ട്. പ്രഭാതം ഹേ വാതനാഥ ഭഗവൻ തവ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.